കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ വിവാഹം നിലനിൽക്കുന്ന സമയത്ത് തന്നെ രണ്ടാമത് ഒരു വിവാഹം കഴിച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഈ കേസ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഹസ്ബൻഡിൻ്റെ കേസും കൂടിയാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അതായത് കണ്ടീഷൻ ഇങ്ങനെയായിരുന്നു: ഒന്നാം വിവാഹം നിയമപരമായി നിലനിൽക്കെ മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തതിന് അദ്ദേഹത്തിൻ്റെ പേരാണ് മുസ്ലിം വ്യക്തിയാണ്. കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തിന് ശിക്ഷിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. 5000 രൂപ പിഴയും 1 വർഷം തടവുമാണ് ശിക്ഷയായി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സംഭവം ഇങ്ങനെയാണ്: 2010 ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ബന്ധം മുസ്ലിം മതാചാര പ്രകാരമുള്ള വിവാഹമാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വിവാഹ ബന്ധം നിലനിൽക്കെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇദ്ദേഹം എന്ത് ചെയ്തു? മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നുള്ളതാണ് കേസ്. അപ്പോൾ തെളിവ് സഹിതം അതിനുള്ള കാര്യങ്ങളൊക്കെയും ഒന്നാം ഭാര്യ കോടതിയിൽ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്കാരനെ കോടതി ശിക്ഷിച്ചിട്ടുള്ളത്. ഏകദേശം 5000 രൂപ പിഴയും 1 വർഷം തടവുമാണ് കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.